നിലമ്പൂർ ചാലിയാർ തീരത്തെ തെരച്ചിലിൽ ഇന്നും ഒരു ശരീരഭാഗം കണ്ടെത്തി. മുണ്ടേരി തലപ്പാലി മേഖലയിലെ തെരച്ചിലിലാണ് ശരീരഭാഗം കണ്ടെത്തിയത്. ഇതുവരെ 248 മൃതദേഹങ്ങളാണ് ചാലിയാറിൽ നിന്ന് കിട്ടിയത്. തലപ്പാലി മേഖലയിൽ അഴുകിയ നിലയിൽ ഇന്ന് കണ്ടെത്തിയ ശരീരഭാഗം പുരുഷന്റേതാണെന്നാണ് നിഗമനം. ഇൻക്വസ്റ്റ് നടപടിക്കും DNA പരിശോധനയ്ക്കുമായി ശരീരഭാഗം നിലമ്പൂരിലേക്ക് കൊണ്ടുപോയി. ഇതുവരെ 80 മൃതദേഹവും 168 ശരീരഭാഗവുമാണ് ചാലിയാർ തീരത്ത് ഒഴുകിയെത്തിയത്. മുണ്ടേരി മുതൽ പരപ്പൻപാറ വരെയുള്ള ചാലിയാറിന്റെ ഇരുകരകളിലും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. NDRF, അഗ്നിരക്ഷാസേന, സിവിൽ ഡിഫൻസ് സേന, പോലീസ്, തണ്ടർബോൾട്ട്, വനംവകുപ്പ് എന്നീ സേനകളടങ്ങുന്ന 15-അംഗ സംഘം സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ചാലിയാർ തീരത്തെ പൂക്കോട്ടുമണ വരെയുള്ള മേഖലയിലാണ് ജനകീയ തിരച്ചിലെന്ന് മലപ്പുറം SP S ശശിധരൻ 24-നോട്. ഇരുട്ടുകുത്തി മുതൽ കുമ്പളപ്പാറ വരെ പുഴയുടെ രണ്ട് സൈഡിലോട്ട് 2 വിഭാഗം പോകും. അതോടൊപ്പം തന്നെ കുമ്പളപ്പാറ തൊട്ടിട്ട് പരപ്പൻപാറ വരെ പുഴയുടെ 2 സൈഡിലൂടെ വേറെ 2 ഗ്രൂപ്പ് പോകും. ഇവിടുന്ന് ഇരുട്ടുകുത്തിന്ന് ഡൗൺ സ്ട്രീമിൽ ഓരോ പോലീസ് സ്റ്റേഷൻ ലിമിറ്റും SHOമാരുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളായി തിരിച്ചുകൊണ്ട് ജനങ്ങളുടെ സഹകരണത്തോടുകൂടി അവിടെയും തിരച്ചിലുണ്ടാവും. മണ്ണ് നീക്കിയുള്ള പരിശോധനയ്ക്കായി ഓടായിക്കൽ റെഗുലേറ്ററി ഭാഗത്ത് സ്കൂബ സംഘവും തിരച്ചിലിന്റെ ഭാഗമായി. ചാലിയാറിൽ ജലനിരപ്പ് കുറഞ്ഞതോടെ മണ്ണ് നീക്കിയുള്ള പരിശോധനയിൽ കൂടുതൽ ശരീരഭാഗങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നാണ് തിരച്ചിൽ സംഘത്തിന്റെ നിഗമനം. തീരത്ത് മൃതദേഹമോ ശരീരഭാഗമോ അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തും വരെ തിരച്ചിൽ തുടരും. നിലമ്പൂരിൽ നിന്ന് അബിദ് കല്ലയ്ക്കൊപ്പം നിതിൻ അംബുജൻ, 24.